ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്നൊരു വെള്ളിയാഴ്ച ഒരു ദിവസമാണ്. അങ്ങനെ റൂമിന് നേരെ താഴെ സൈക്കിൾ വെച്ചതിന് ശേഷം നേരെ റൂമിൽ കൂടാന്ന് വെച്ചു. നേരെ മുകളിൽ പോയിട്ട് മുസല്ലിയും ഒന്നും കാര്യങ്ങളൊക്കെ എടുക്കണം. അങ്ങനെ റൂമിൽ പോയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം നേരെ പോവാന്ന് വെച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നും കാര്യങ്ങളും എടുത്തതിന് ശേഷം നേരെ താഴോട്ട് തന്നെയാണ്. നേരെ നമ്മൾ വെച്ച സൈക്കിളാണ് എടുത്തിട്ട് വേണം പള്ളിക്ക് പോകാൻ. പള്ളിയിനകത്ത് നമുക്ക് നിസ്കാരം കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. പെട്ടെന്നാണെങ്കിൽ ഞാൻ ഈ കൈയും കെട്ടി നിസ്കരിക്കാന്ന് വെച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോകുന്നതാണ് ഇത് കാണുന്നത്. അങ്ങനെ നേരെ പോയത് അടുത്തുള്ള ഒരു ഗ്ലോസറിയിലാണ്. ആടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ളതും വാങ്ങണം. ഇന്നാണെങ്കിൽ നമ്മളെ മെസ്സിത്തെ ഫുഡ് വരില്ല എന്ന് പറഞ്ഞു. ഇന്നാണെങ്കിൽ മെസ്സിത്തെ ഫുഡ് വരാത്ത കാരണം ഫുള്ള് വെള്ളമാണ് റോട്ടിലും കാര്യങ്ങളും. അങ്ങനെ ആടുന്നും ഫുഡും വാങ്ങിയിട്ട് നേരെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ അമ്മക്കും കിട്ടി കുറച്ച് വെള്ളവും കാര്യങ്ങളും. അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ സാധനം എടുത്ത് നേരെ ബാക്കിലേക്ക് പോയി. പിന്നെ ഏതെങ്കിലും ഒരു സൈഡ് വെച്ചാണ് ഇത് കഴിക്കാൻ. നല്ല ചിക്കൻ ബിരിയാണിയും നല്ല പപ്പടം ടീയും പായസം കച്ചമ്പറും കൂട്ടി ഉച്ചക്കത്തെ ഫുഡ് ഇവിടുന്ന് പാസ്സാക്കാൻ വെച്ച്. നല്ല ടേസ്റ്റാണ് ഗിൽസ് മുറത്ത്. അതിലും കഴിഞ്ഞ് ഷോപ്പിലൊക്കെ പോകുമ്പോഴാണ് പോലീസ് എല്ലാ സമയവും ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചെങ്കിൽ എമിറേറ്റ്സിൻ്റെ ലേബിംഗ് ക്രൂവിൻ്റെ സ്ഥലമാണിത്. ഒരു ടൈം ഒരു 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നേരെ ബാക്കിലേക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെ അവിടുന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നേരെ റൂമിലേക്ക് വിടാമെന്ന് വെച്ചു. ബാക്കി ഇവിടെ നാളെ ബായ്.